ആട്ടെ, ആരാ പുഷ്പ? അന്ന് പരിക്കേറ്റപ്പോഴും ഒരിക്കൽ വിളിച്ചു. മയക്കത്തിൽ എന്നെ കണ്ടപ്പോഴും ഒരു തവണ. ഹോസ്പിറ്റലിന് വെളിയിൽ വെച്ച് 2 തവണ. മൊത്തം 4 തവണ. ആരായി പുഷ്പ? എനിക്കും പുഷ്പയ്ക്കും തമ്മിൽ എന്താ ബന്ധം? പുഷ്പയുടെ നേരെ വിപരീത സ്വഭാവമുള്ളൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാ. എന്താ പറഞ്ഞേ? പുഷ്പ അടക്കം ഒതുക്കമുള്ളവളാ. ഞാനോ? അതെന്താണെന്ന് അറിയാത്തവളാ നീ. പുഷ്പ ബുദ്ധിശാലിയാ. 4 വാക്ക് പറയേണ്ടടുത്ത് 1 വാക്ക് പറയുന്നവൾ. നിന്റെ പറച്ചിൽ നിർത്താൻ പൈസ കൊടുക്കണം. പുഷ്പ നല്ല കുടുംബിനിയാ. മുട്ടറ്റം നീണ്ട മുടി, സൗമ്യമായ പെരുമാറ്റം, ഇതൊക്കെ അവിടെ ഗുണം. നിനക്കതൊന്നുമില്ല. മുതിർന്നവരോടുള്ള ആദരവ്, തന്നെപ്പോലെ തന്നെ എല്ലാവരോടും. പിന്നെ പറ. നിനക്ക് പഠിപ്പിൻ്റെ തലക്കനമുണ്ട്. ഇംഗ്ലീഷുകാരിയുടെ സ്റ്റൈൽ, ബ്രില്യൻ്റ് ആണെന്നുള്ള ഭാവം. ആരെ കാണിക്കാൻ ഈ ജാടയൊക്കെ? അപ്പൊ പിന്നെ എന്നെ എന്തിനാന്ന് പുഷ്പ എന്ന് വിളിച്ചത്? എന്നെ എന്തിനാ പുഷ്പ എന്ന് വിളിച്ചതെന്ന്? നിനക്ക് അവൾക്ക് ഒരേ മുഖം. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ വായ്. വിശ്വസിക്കാനാവാത്ത സാദൃശ്യം. ചുമ്മാ കളവ് പറയാം. ഞാൻ വിശ്വസിക്കില്ല. നിന്നെ വിശ്വസിപ്പിക്കാനായി പുഷ്പയെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അതെന്താ? അവരില്ലേ? പുഷ്പയുടെ മുഖം തന്നെ. ഞാൻ വിശ്വസിക്കില്ല. എന്നാലും കൊള്ളാം. പുഷ്പ നിങ്ങളുടെ ഭാര്യയാ? ഒത്തിരി സ്നേഹിച്ചിരുന്നോ? എന്നെ സ്നേഹിക്കാൻ പോവാ? നോക്ക്, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖഛായ, അതേ പ്രേമം വരുന്നില്ലേ? പറയൂ, പുഷ്പയെ പറ്റി പറയൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടും. പടം നിന്ന് പോകും, പ്രൊഡ്യൂസറും വെള്ളത്തിലാകും. ഈ ഡ്രസ്സൊക്കെ നനയും. അപ്പൊ പറയൂ, പറയൂ. പുഷ്പ, ഓ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ജയിലിൽ പോയിരിക്കും. ജയിലില്ല? മഹാത്മാജിയുടെ കൂടെ അല്ലെങ്കിൽ കസ്തൂരിബായുടെ കൂടെ കൊടിയും പിടിച്ചോണ്ട് നാട് ചുറ്റിയനെ, സത്യാഗ്രഹം നടത്തിയനെ, പോലീസ് അറസ്റ്റ് ചെയ്തേനെ. ജയിലിന് പകരം നീ എൻ്റെ തടവിലല്ലേ? പിന്നെ അയ്യേ, എന്തായി തിളങ്ങുന്നത്? ആ, ഇതാ മീനലോചനയുടെ മുഖത്തുണ്ടായിരുന്നു ആ രാജകുമാരിയായിട്ട് അഭിനയിച്ച. ഇതപ്പോ എന്റെ മുഖത്ത് വന്നു. ഒത്തിരി അടുത്താണോ നിന്നത്? ഇത്ര അടുത്ത്. പിന്നെ കൽപ്പന, എന്താന്ന് പറ. മഴ നിക്കില്ല. പറ. ആട്ടെ, അവരെ കെട്ടിപ്പിടിച്ചപ്പോ എന്തു തോന്നി? വേറൊരു പെണ്ണിനെ പറ്റി. ആര്? ഒരു പെണ്ണ്, വലിയ കണ്ണ്, ചെറിയ കയ്യ്, ശുദ്ധ നാടൻ കൂർമ്മ ബുദ്ധി. ഞാനാ? ഇപ്പൊ എന്താ ആലോചിക്കുന്നേ?
ആ പെണ്ണിനെ പറ്റി. മറുക മായ്ക്കാൻ പറ്റില്ല. ഭാഗ്യമറുക, നീ വലിയ സുന്ദരിയല്ലേ? ഒന്ന് പറയട്ടെ. ഉം. കണ്ണുരുണ്ടത്, മൂക്ക് നീണ്ടത്, പരന്ന വായ, ദേ, 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 ദേ. എല്ലാത്തിലുപരി ഈ മറുക ഇങ്ങനെ വട്ടത്തിൽ ഭംഗിയായി. ഇത് ഞാൻ എടുത്തോട്ടെ? എടുക്കരുത്. ഞാൻ എടുക്കും. പാടില്ല. ഞാൻ എടുക്കും. രാക്ഷസൻ. രാക്ഷസൻ. വണ്ടി നിർത്തുക. പട്ടേൽ റോഡിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഞാൻ കമലക്കണ്ണനാ സംസാരിക്കുന്നത്. പറയൂ. CM പട്ടേൽ റോഡിലേക്ക് പോയിരിക്കുക. വരാൻ കുറച്ച് ലേറ്റ് ആവും. അത് പറയാൻ വേണ്ടി വിളിച്ചത്. ശരി. എന്താ ആലോചിക്കുന്നത്? പഴയ ആള് തന്നെ, ഒരു മാറ്റമില്ല. ഈ വർഷം എല്ലാം മാറി. എന്ത്? നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചിന്തകൾ, ചുറ്റുമുള്ള തോക്കുധാരികൾ എല്ലാം മാറി. നിങ്ങളുടെ പ്രേമത്തിന്റെ ആസ്വാദനം കൂടി മാറി. പഴയ കവിയില്ല.